സ്ത്രീകൾ കൂടുതലായിട്ട് നിർമ്മിക്കണം എന്നുകൂടിയുണ്ട്. എന്നില്ല, നിങ്ങളൊരു എഡിറ്റർ ആവുന്നില്ല, നിങ്ങളൊരു ഡയറക്ടർ ആവുന്നില്ല, ഏതോ ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. ഭൂരിഭാഗം സിനിമകളും ശരിക്കും പുരുഷന്മാരല്ലേ നിർമ്മിക്കുന്നത്. കൂടുതൽ സ്ത്രീകൾ വരണം തന്നെയാണ് ഞാൻ പറയുന്നത്. സാർ, ഇപ്പം ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 14 അതായത് ഇന്ന് നടന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു പുതിയ കമ്മിറ്റി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാനിതിൻ്റെ ഒരു മെമ്പർ ഒരു സംഘടനയുടെ മെമ്പർ മാത്രമാണ്. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഒരു ആധികാരികമായിട്ട് പറയുക എന്നുള്ളൊരു സാധനമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് കൂടുതൽ ആധികാരികമായിട്ട് പറയണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾക്കല്ലേ പറയാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴത്തോളം അധികം ഇതിൻ്റെ ജനറൽ ബോഡി യോഗത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ഷൻ്റെ സമയത്ത് വരുന്നു, വോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് 1-2 പേര് ചോദിച്ചിരുന്നു കേട്ടോ, അങ്ങനെ എക്സിക്യൂട്ടീവിലൊക്കെ നിൽക്കുന്നു. ഞാൻ പിന്നെ താല്പര്യം കാണിച്ചില്ല. നമ്മൾ നിന്നാലും ജയിക്കണം എന്നൊന്നുമില്ല, അത് വേറെ വിഷയം. ഞാൻ തൽക്കാലം എനിക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ, നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ അറിയുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് അത്ര അറിയില്ല എന്നുള്ളതാണ് സത്യം. പുറമേ നിന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സാധാരണ ഒരാൾ നോക്കുന്ന പോലെ തന്നെയാണ് ഞാനും ഇതുമായി ബന്ധപ്പെട്ട പല ന്യൂസും വിവാദങ്ങളൊക്കെ ഞാനും ഒരു സാധാരണ പ്രേക്ഷകനെ പോലെ തന്നെയാണ് കാണുന്നത്. എന്നാലും ഇതിൽ നടക്കുന്ന ഒരു സ്വന്തമായിട്ടുള്ള ഓഫീസ് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു QBOFO പോലുള്ള സംവിധാനങ്ങൾ അവർ സ്വന്തമായിട്ട് തുറങ്ങുന്നൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യയിൽ വേറെ ആരും ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ അതിലൊക്കെ തീർച്ചയായിട്ടും കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നിലാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റും. കമ്മിറ്റിയിലേക്ക് സ്ത്രീ സാന്നിധ്യം കൂടുതൽ വരണം എന്നുള്ളൊരു ചർച്ച അസോസിയേഷനകത്തുണ്ടായിരുന്നു. അത് എത്രത്തോളം യോജിക്കും? പറയുന്നത് ഇതിൻ്റെ നല്ല, അതിപ്പോൾ കേരള നിയമസഭയിലെടുത്താലും ഞാൻ പറയുന്നത് 51% സ്ത്രീകളുണ്ടെന്നിരിക്കെ കൂടുതൽ സ്ത്രീകൾ വരണം തന്നെയാണ്. ഞാൻ പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്നല്ല, എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. അതിന് ഒരു ഭാഗം സ്ത്രീകൾ സൈഡിൽ നിന്ന് ഉണ്ടാവണം. ഇപ്പോൾ സ്ത്രീകൾ നിർമ്മിക്കുന്ന സിനിമകളും കൂടുതൽ വരണം. അല്ല, അങ്ങനെയുണ്ടല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റും, ഭൂരിഭാഗം സിനിമകളും ശരിക്കും പുരുഷന്മാരല്ലേ നിർമ്മിക്കുന്നത്. അപ്പോൾ അസോസിയേഷനകത്ത് നിന്ന് ഇവർ പിന്തള്ളപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ട് സാർ. അത് എനിക്ക് വളരെ, ഞാൻ പറഞ്ഞല്ലോ, അത് ശരിക്കും ഒരു സ്ത്രീക്കല്ലേ അത് പറയാൻ പറ്റും. നമ്മളിപ്പോൾ അങ്ങനെ നിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റും. എനിക്ക് പുറമേ നിന്നുകൊണ്ട് കാണുമ്പോൾ എനിക്കത് ക്ലിയർ അല്ല സംഭവം എന്താണ്. അതുകൊണ്ട് സ്ത്രീ സാന്നിധ്യം കൂടുതൽ വരണമെങ്കിൽ സ്ത്രീകൾ കൂടുതലായിട്ട് നിർമ്മാണം വരണം, അവരുടെ ഭാഗത്തുനിന്നും വരണം. അപ്പോൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അധികം അഭിനയിക്കുന്നു. ആദ്യം മലയാളത്തിൽ വരുന്നു, കുറച്ചും കൂടെ പൈസ കിട്ടിയത് തമിഴ്, കുറച്ചും കൂടെ പൈസ കിട്ടിയത് ഹിന്ദി. ഇതൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ഈ അഭിനയം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ടെക്നീഷ്യൻ ആവുന്നില്ല, നിങ്ങളൊരു ക്യാമറമാൻ ആവുന്നില്ല, നിങ്ങളൊരു എഡിറ്റർ ആവുന്നില്ല, നിങ്ങളൊരു ഡയറക്ടർ ആവുന്നില്ല, ഏതോ ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുതന്നെയാണ് നിർമ്മാണത്തിനും വരുന്നത്. സ്ത്രീ സാന്നിധ്യം കൂടണമെങ്കിൽ സ്ത്രീകൾ കൂടുതലായിട്ട് നിർമ്മിക്കണം എന്നുകൂടിയുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു സ്ത്രീക്കായിരിക്കും കൂടുതൽ പറയാൻ പറ്റുള്ളൂ. അതുമല്ല, പിന്നെ ഇവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഞാൻ അത് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ആളല്ല, ഞാൻ ജസ്റ്റ് മെമ്പർ മാത്രമാണ്. 250 മെമ്പറിൽ ഒരു മെമ്പർ.